ഇന്നലെ വൈകിട്ടാണ് ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചതായി അപ്പോളോ ആശുപത്രി അധികൃതർ അറിയിച്ചത്. തുടർന്ന് ജയലളിതയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വിവരമറിഞ്ഞതു മുതൽ ആയിരക്കണക്കിന് അണ്ണാ DMK പ്രവർത്തകരാണ് ആശുപത്രിക്ക് മുന്നിൽ നിമിഷനേരം കൊണ്ട് തടിച്ചുകൂടിയത്. நாங்க வந்து எல்லாமே கட்சிக்காரலாம் வந்திருக்கு. அம்மா டிஸ்சார்ஜ் ஆயிடுறாங்க அப்படின்னு தான் நாங்களாம் வந்திருக்கிறோம். எங்க அம்மாக்கு ஒன்றும் ஆகாது சார். எங்க அம்மா நல்லா இருக்காங்க, நல்லா இருப்பாங்க. இன்னும் 100 ஆண்டு எங்க അമ്മ நல்லா இருப்பாங்க സാർ. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഗവർണർ വിദ്യാസാഗർ റാവുവിനോട് ചെന്നൈയിലേക്കെത്താൻ കേന്ദ്രം നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലെത്തിയ ഗവർണർ അപ്പോളോ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തമിഴ്നാട്ടിലെ സാഹചര്യം പരിഗണിച്ച് ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും 9 കമ്പനി കേന്ദ്രസേനയെ ചെന്നൈയിലേക്ക് അയച്ചു. എല്ലാ റാങ്കിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ യൂണിഫോമിൽ ഹാജരാകണമെന്ന് തമിഴ്നാട് DGP നിർദ്ദേശം നൽകി. അനാവശ്യ ആശങ്ക പരത്തരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭ്യർത്ഥിച്ചു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ KSRTC ബസ്സുകളെ തിരിച്ചു വിളിച്ചു. തമിഴ്നാട് കേരള അതിർത്തിയിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് ആഴിക്കു ചുറ്റും വടം കെട്ടി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.